ടൈം പാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് UK നമ്മൾ ഇവിടെ നമ്മുടെ നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ നമുക്കിവിടെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ വീടെടുത്തിട്ടുണ്ടായിരുന്ന പഴയൊരു ഫ്രീസറാണിത്. അപ്പോൾ ആ ഫ്രീസർ ഇത്തിരി എനർജി കൂടുതലാണ്, എന്താ പറയുക, കറണ്ട് ചാർജ് കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മളതുകൊണ്ട് വേസ്റ്റിൽ കളയാൻ പോവുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള എല്ലാ വേസ്റ്റുകളും നമുക്ക് ഇവിടെ കൊണ്ട് കളയാം. അതായത് എന്താ പറയുക, റീസൈക്ലബിൾ ഏരിയ എന്ന് പറഞ്ഞ അവിടെ. അപ്പോൾ നമുക്കിവിടെ കുറച്ച് പൊട്ടിയ ഗ്ലാസിൻ്റെ കഷ്ണങ്ങളുണ്ട്. പിന്നെ മുമ്പത്തെ നമ്മുടെ ഒരു വണ്ടിയുടെ കുറച്ച് സാധനങ്ങളും അങ്ങനത്തെയും കുറച്ച് മാല ബൾബ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കൊണ്ട് കളയണം, ഫ്രീസർ കൊണ്ട് കളയണം. പിന്നെ നമുക്കിവിടെ നമ്മുടെ ഒരു കാർ സീറ്റ് പഴയതുണ്ട് വരണം, അത് കൊണ്ട് കളയണം. അപ്പോൾ ഇത് നമുക്ക് ആർക്കും കൊടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്, ഇത്രയും ഇതായിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൊണ്ട് കളയണത്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് കളയണം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് എല്ലാവരും വീട്ടിൻ്റെ അടുത്തുണ്ടാവും, അവിടെ ഒരു റീസൈക്ലിംഗ് പോയിൻ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് കൊണ്ട് ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് ഈ സാധനങ്ങൾ കൊണ്ടുപോയിട്ട് നമുക്കത് ഡിസ്പോസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് ഡിസ്പോസ് ചെയ്യാൻ പോകുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു 1.5 മൈലോളം അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ ബാക്കി വീഡിയോ അവിടെ എത്തിയിട്ട് പറയാം. ആണോ, എവിടെയാണ് ടിപ്പ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറണം. ഇവിടെ നിന്ന് കയറുമ്പോൾ തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ വണ്ടിയും വേസ്റ്റ് ഇട്ട് കഴിയണത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നമുക്ക് വണ്ടി ഇടാനായിട്ട് സെപ്പറേറ്റ് പാർക്കിംഗ് സ്പേസ് ഉണ്ട്. പിന്നെ അത് ഈ കാണുന്നതാണ് ഓരോ ബിന്നുകൾ പോലെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ തരം തിരിച്ച് നമ്മൾ ഓരോ വേസ്റ്റുകൾ നമ്മൾ കൊണ്ടിടണം. അപ്പോൾ ഇവിടെ കണ്ട ബുക്കുകൾ, ക്ലോത്തുകൾ, അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് സ്ഥലങ്ങൾ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ ഇടണം. അപ്പോൾ വേറെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വേറെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ കണ്ടോ, ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് ഇവരുടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ വണ്ടി കഴിയുന്നതിനനുസരിച്ചിട്ടാണ് ഇവർ നമുക്ക് ഇടാനായിട്ടുള്ള സ്ഥലങ്ങൾ തരാം. അപ്പോൾ ഉണ്ട് ഇവിടെ ഇപ്പോൾ കാർഡ് ബോർഡ് അങ്ങനെ സെപ്പറേറ്റ് ഉള്ള നോൺ റീസൈക്കിളബിൾ, പിന്നെ ഗാർഡൻ വേസ്റ്റ്, പിന്നെ ചെറിയ ഇലക്ട്രോണിക് ഐറ്റംസ് അങ്ങനെ ഇടാനൊക്കെ സെപ്പറേറ്റ് ബിന്നുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പെയിന്റുകൾ, ബാക്കിയുള്ളത് ചീത്തയായ TV, ബുക്കുകൾ, ഷൂകൾ, അങ്ങനെ എല്ലാം നമുക്ക് നമ്മുടെ വീട്ടിലാണ് വേസ്റ്റ് നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് ഡിസ്പോസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് പൈസയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ കയ്യിൽ എന്ത് വേസ്റ്റാണുള്ളത് അതിന് അലോക്കേറ്റ് ചെയ്താണ് ബിന്നിൽ കൊണ്ടുപോയിട്ട് നമ്മൾ വേണം അത് ഇടാനായിട്ട്. അപ്പം അങ്ങനെയാണ്. അപ്പം ഇനി ഓരോ വേസ്റ്റുകളായിട്ട് എടുത്ത് നമുക്ക് ഇതിലിപ്പോൾ നമ്മൾ കുറച്ച് പൊട്ടി ഗ്ലാസ്സുകൾ കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ട ചില്ലുകൾ. അപ്പോൾ നമുക്ക് ഇത് അവിടെ കൊണ്ടിടാണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിലേക്ക് നമുക്ക് പോവാം, അത് അവിടെ കൊണ്ടിടാം. ഇതിപ്പോൾ വേണ്ട, ഇതിലാണ് നമ്മൾ അവരോട് ചോദിക്കുക. നമ്മളോട് ചോദിച്ചപ്പോൾ ഇതിലാണ് നമ്മളോട് ഗ്ലാസ് ഇടാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഗ്ലാസിൻ്റെ സാധനങ്ങൾ ഇതിൽ കൊണ്ടിടാണ്. ഇവിടെ ഗ്ലാസ് വേസ്റ്റുകൾ കാര്യങ്ങളൊക്കെ അവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിലിട്ടു. നമ്മുടെ ഈ ഒരു മെറ്റൽ പാർട്ടുണ്ട്, എനിക്ക് തോന്നുന്നത് ഇത് നമുക്ക് ഇതിൽ നോൺ റീസൈക്കിളബിൾ ഇടാം. അപ്പോൾ നോൺ റീസൈക്കിളബിൾ ഇടാനായിട്ട് കൊണ്ടുപോവാണ്. വേണ്ട, അത് നോൺ റീസൈക്കിളബിൾ. അപ്പോൾ നമ്മളിത് അതായത് നോൺ റീസൈക്കിളബിൾ ഇട്ടു. നമ്മളിൽ കുറച്ച് കണ്ട ഈ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് കുറച്ച് കാർട്ടൺസ് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ കാർട്ടൺസ് നമുക്ക് ഇത് ഇവിടെ ഉണ്ട്, നമുക്കത് കൂടെ കൊണ്ടുപോയിട്ട് ഇതങ്ങോട്ട് കാർട്ടൺസ് ഇട്ടു. നമുക്ക് കുറച്ച് ചെറിയ അപ്ലയൻസസ്, അതായത് കണ്ട ഈ മാല ബൾബ്, പിന്നെ നമുക്കൊരു ഡിജിറ്റൽ ഫോട്ടോ ഫ്രെയിം ഉണ്ടായിരുന്നു. പിന്നെ മുമ്പത്തെ വണ്ടിയുടെ കുറച്ച് ലൈറ്റും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ സ്മോൾ അപ്ലയൻസസിൻ്റെ അതിൽ കൊണ്ടിടാനായിട്ടാണ് പോകുന്നത്. ചെറിയൊരു പണി കിട്ടുക. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വണ്ടിയുടെ ടെയിൽ ലാമ്പ്, പിന്നെ ഡോറിൻ്റെ ഇത്, പിന്നെ ക്ലച്ചിൻ്റെ സാധനങ്ങൾ, ഈ സാധനങ്ങളൊക്കെ ഇവർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ എടുക്കില്ല, ഇത് നമ്മുടെ സാധാ ബിന്നിൽ ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. വണ്ടിയുടെ ആകെ എടുക്കുന്നത് കാറിൻ്റെ പാർട്സ്, വെഹിക്കിളിൻ്റെ പാർട്സിൽ എടുക്കുന്ന എഞ്ചിൻ ഓയിലും അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ നമുക്ക് ഇവിടെ ഡിസ്പോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ വണ്ടിയുടെ ഇലക്ട്രോണിക്സ് ഐറ്റംസും ഈ കാര്യങ്ങളൊന്നും ഇവരെടുക്കില്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള നമ്മുടെ വീട്ടിലെ ഹൗസ് ഹോൾഡിലെ ഇലക്ട്രോണിക് ഐറ്റംസ്, സ്മോൾ അപ്ലയൻസസ്, ആ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊണ്ട് ഇടാൻ പറ്റും. അപ്പോൾ ഇവിടെ ഉണ്ടോ സ്ക്രാപ്പും മെറ്റലും എല്ലാ സാധനങ്ങളും അവിടെ ഇട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അതാണ്ട് ഇവിടെ ഓരോ നമ്പർ എഴുതി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഉണ്ടോ സ്മോൾ അപ്ലയൻസ് ആൻഡ് സ്ക്രാപ്പ് മെറ്റൽ. അപ്പോൾ നമ്മൾ സ്മോൾ അപ്ലയൻസസിൽ നമ്മുടെ ഈ സാധനങ്ങളൊക്കെ ആ സ്മോൾ അപ്ലയൻസസിൽ കൊണ്ടിട്ടു. നമ്മുടെ ചൈൽഡ് സീറ്റ് ഇത് എങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്പർ 5 കൊണ്ടിടാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മൾ നമ്പർ 5 ചൈൽഡ് സീറ്റ് കൊണ്ട് പോവാണ്. അപ്പോൾ ഇതിടാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ കയറി വന്നിട്ട് ഇവിടെ എഴുതിച്ചിട്ടുണ്ട് ഡൊമസ്റ്റിക് സീറ്റിംഗ്. അതിൽ നമുക്ക് സോഫ, കുഷൻ എല്ലാം ഇടാം. പിന്നെ ഗാർഡൻ വേസ്റ്റ് ഇവിടെ കൊണ്ടിടാം. അപ്പോൾ നമ്മുടെ ചൈൽഡ് സീറ്റ് നമ്മുടെ ഡൊമസ്റ്റിക് സീറ്റിങ്ങിൽ ഇടാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഇത് കൊടുത്തപ്പോൾ ആളിവിടെ ഭയങ്കര ക്യൂ ആണ്. ഇവിടുത്തെ വേസ്റ്റ് കൊണ്ടുപോകാനായിട്ട് ഭയങ്കര ക്യൂ ആണ്. അപ്പോൾ ആൾ തന്നെ ആ സാധനം കൊണ്ടുവച്ചോളാന്ന് പറഞ്ഞു. അപ്പോൾ അതേ ആളിത് കൊണ്ടുപോവാണ്. ആൾ കൊണ്ടുപോയി ഫ്രീസർ അതിൻ്റെ ഉള്ളിൽ വെച്ച് തന്നു. അപ്പോൾ ഇവിടുത്തെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചാൽ മതി.
അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞത് നമുക്ക് എടുക്കാൻ പറ്റാത്ത സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ അവർ വന്ന് ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മുടെ അത്യാവശ്യം ഇത് കുറേ ഐറ്റംസ് നമ്മളിങ്ങനെ കൊണ്ട് കളഞ്ഞു. പിന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും കൊണ്ടുപോയിട്ട് ഇവിടെ പ്രത്യേകിച്ച് ചാർജൊന്നും പേ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാരുണ്ട്, എല്ലാവരും വന്ന് ഇവിടെ വേസ്റ്റ് ടിപ്പ് ചെയ്യുന്നതാണ്. അങ്ങനെ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഇനിയിപ്പോൾ ബാക്കിയുള്ള വേസ്റ്റുകൾ നമുക്ക് ഇപ്പോൾ വണ്ടിയുടെ സാധനങ്ങളും ഇതൊക്കെ നമ്മൾ മാർക്കറ്റ് പ്ലേസിലിട്ട് ആരെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാൻ നോക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ജനറൽ വേസ്റ്റിലിട്ട് കളയാനാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.